പ്രാർത്ഥനയുടെ ശക്തി. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം തിരുവചനങ്ങളിൽ നാം കാണുന്ന ഒരു വചനമാണ്. ഈ സുവിശേഷ ഭാഗങ്ങളുടെ ഹെഡിങ് ആയിട്ട് എഴുതി വച്ചിട്ടുണ്ട് പ്രാർത്ഥനയുടെ ശക്തിയെന്ന്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും; അന്വേഷിക്കുവിൻ, നിങ്ങൾക്ക് കണ്ടെത്തും. ചോദിക്കുന്നവന് ലഭിക്കുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുകയും ചെയ്യുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുക. സ്നേഹമുള്ളവരെ, ആത്മാർത്ഥമായി തീഷ്ണതയോടെ കണ്ണീരോടെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചാൽ ഈ 3 കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥന ഹൃദയ പരമാർത്ഥതയുള്ളതായിരിക്കണം, കാപട്യമില്ലാത്തത് ആയിരിക്കണം, ആത്മാർത്ഥതയും കണ്ണീരോടെയുമുള്ള പ്രാർത്ഥനയായിരിക്കണം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടുമുള്ള പ്രാർത്ഥനയായിരിക്കണം. ഹൃദയ പരമാർത്ഥതയോടെ ഒരുവൻ ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ചാൽ അതവന് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുവൻ ആത്മാർത്ഥമായി തീഷ്ണതയോടെ ദൈവത്തെ അന്വേഷിച്ചാൽ അവന് ദൈവാനുഭവത്തിലൂടെ കടന്നു പോകുവാനും ദൈവത്തെ അവന് കണ്ടെത്തുവാൻ സാധിക്കുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മുട്ടിയാൽ, പ്രാർത്ഥിക്കുന്നവൻ മുട്ടിയാൽ തുറക്കാത്ത ഒരു വാതിലുകളും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. സ്നേഹമുള്ളവരെ, ഒത്തിരിയേറെ വാതിലുകൾ നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുമ്പോൾ ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത പലയിടങ്ങളിലും പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥനയ്ക്കും കടന്നു ചെല്ലാൻ സാധിക്കുമെന്നാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുതന്നെയാണ് വചനം നമ്മളോട് പറയുന്നത്: ചോദിക്കുവിൻ, മുട്ടുവിൻ, അന്വേഷിക്കുവിൻ. ഇത് 3ഉം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥമായി ഹൃദയപരമാർത്ഥതയോടെ കണ്ണീരോടെ യഥാർത്ഥമായി ചോദിച്ചാൽ, അന്വേഷിച്ചാൽ, മുട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിന് വീണ്ടും മറ്റൊരു ഉദാഹരണമാണ് യോഹന്നാൻ 14:14 രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരുമെന്നല്ലേ. ദൈവനാമത്തിൽ ആത്മാർത്ഥമായി സ്നേഹത്തോടെ ഹൃദയപരമാർത്ഥതയോടെ കണ്ണീരോടെ നമ്മൾ ഒരു കാര്യം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് സാധ്യമാക്കി തന്നെ തരും. നമുക്കറിയാം, കണ്ണീരോടെ കാത്തിരുന്നവരും പ്രാർത്ഥിച്ചവരും ഒന്നും വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ നിരാശരായി പോയ ചരിത്രമില്ല. ആരൊക്കെ ദൈവത്തിനു വേണ്ടി എവിടെയൊക്കെ കാത്തിരുന്ന് അന്വേഷിച്ച് ദൈവത്തെ കണ്ടെത്താൻ പരിശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്തതിൻ്റെ വലിയ സാക്ഷ്യമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, കണ്ണീരോടെ പ്രാർത്ഥിച്ച ആരെങ്കിലും ദൈവം അവരെ നിരാശരോടെ മടക്കി അയച്ചിട്ടുണ്ടോ? തെരുവേദിയിൽ ഇരുന്നു കൊണ്ട് ഭർത്തിമായി കർത്താവിനെ വിളിക്കുന്നില്ലേ, ദാവീദ് പുത്ര എന്ന്? കണ്ണീരോടെ അവൻ അലറി വിളിച്ച് യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. ആരോ പറഞ്ഞു കേട്ട അറിവ്. അവനൊരിക്കലും യേശുവിനെ കണ്ടിട്ടില്ല. എന്നാൽ യേശു എന്ന് പറയുന്ന ഒരു രക്ഷകൻ കടന്നു വരുമെന്നും അവന് തന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുമെന്നും ആരൊക്കെയോ പറഞ്ഞു കേട്ട ഒരു പേര്. ആ പേര് ഇതാ ആ സമൂഹത്തിലൂടെ, ആ തെരുവീതിയിലൂടെ കടന്നു വരുന്നു, യേശു കടന്നു വരുന്നു എന്ന് അവൻ്റെ കാതുകളിൽ സ്വരമെത്തിയപ്പോൾ അവൻ ആത്മാർത്ഥമായി കണ്ണീരോടെ വിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. അവിടെ എന്താ സംഭവിക്കുന്നത്? എത്ര വലിയ ഒച്ചപ്പാടും ബഹളങ്ങളുമാണ് അവിടെ നടന്നിരുന്നത്. എന്നാൽ ആ ഒച്ചപ്പാടിൻ്റെയും ബഹളത്തിൻ്റെയും ഇടയിലൂടെയൊക്കെ ക്രിസ്തുവിന് അവൻ്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചോ? നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തു ചോദിച്ചാലും ഞാൻ ചെയ്തു തരുമെന്ന ദൈവം നമ്മളോട് പറഞ്ഞത്. അതേ സ്നേഹമുള്ളവരെ, ആത്മാർത്ഥമായി ഹൃദയ പരമാർത്ഥതയോടെ കണ്ണീരോടെ ഹൃദയം നുറുങ്ങി ആര് കർത്താവിനെ വിളിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. 12 വയസ്സുള്ള ജായിറോസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു പോകുമ്പോൾ
എത്ര ജനങ്ങളാണ് യേശുവിൻ്റെ കൂടെയുള്ളത്? ആയിരക്കണക്കിന് ജനങ്ങൾ തിക്കിത്തിരങ്ങിയ യേശു ആ ജായിറോസിന്റെ ഭവനത്തിൽ പോകുന്നത്. അവിടേക്ക് കടന്നു പോകുമ്പോൾ യേശുവിനെ എത്ര പേര് തൊടുന്നുണ്ട്, യേശുവിനെ മുട്ടി ഉരുമി എത്രയോ ആളുകൾ നടക്കുന്നുണ്ട്. എന്നാൽ 12 വർഷമായി, അതായത് ജായിറോസിന്റെ മകള് ജനിച്ച കാലം മുതൽ ഉള്ള രക്തസ്രാവക്കാരിയ ആ സ്ത്രീ എങ്ങനെ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടു? നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മളൊക്കെ കേൾക്കുന്നത് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടു അവൾക്ക് സൗഖ്യം കിട്ടിയെന്നല്ലേ, വിശ്വാസത്തോടെ അവൾ തൊട്ടു സൗഖ്യം കിട്ടിയെന്നല്ലേ. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, 12 വർഷം ഒരു സ്ത്രീക്ക് രക്തസ്രാവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവൾ എത്ര ക്ഷീണതയും ബലഹീനതയുമാണ്. അവൾക്ക് എങ്ങനെ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊടാൻ പറ്റി? അവളുടെ ആ വലിയ ബോധ്യം, ആ വിശ്വാസം, ആ ഉറപ്പ് ഏന്തി നിരങ്ങിയാണെങ്കിലും അവൾ ആ ജനക്കൂട്ടത്തിനിടയിലൂടെ ക്രിസ്തുവിനെ തൊട്ടില്ലേ? എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും തരുമെന്നല്ലേ ക്രിസ്തു പറഞ്ഞത്? അതേ സ്നേഹമുള്ളവരെ, കുരുടരും ബധിരരും മൂകരും അന്ധരും അങ്ങനെ അനേകര് സൗഖ്യം പ്രാപിച്ച ചരിത്രം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം എന്താണ്? അവർ ആത്മാർത്ഥമായി കർത്താവിനെ അന്വേഷിച്ചു. പരമാർത്ഥതയോടെ അവർ ക്രിസ്തുവിനെ വിളിച്ചു. ആ വിളിച്ചവർക്കൊക്കെ ജീവിതത്തിൽ ക്രിസ്തു അനുഭവം ലഭിക്കുവാൻ ഇടയായി തീർന്നു. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചു കാണുകയില്ല മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നാൽ ക്രിസ്തു തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമെന്ന്. ആ ഒരു പ്രതീക്ഷയൊന്നുമില്ല. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് സക്കോവൂസ് മരത്തിൻ്റെ മുകളിൽ കയറിയത്. കാരണം എന്താ? അവന് പൊക്കം കുറവായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടേ ഉള്ളൂ. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. എന്നാൽ ആ ക്രിസ്തുവിനെ കാണാനുള്ള ആഗ്രഹത്തിന് മരത്തിൻ്റെ മുകളിലേക്ക് അവൻ വലിഞ്ഞു കയറി. ക്രിസ്തു അവനെയും ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാൽ മരത്തിൻ്റെ കീഴെ വന്ന് നിന്നുകൊണ്ട് ക്രിസ്തു എന്താ പറഞ്ഞത്? സക്കേവൂസേ, നീ താഴേക്ക് ഇറങ്ങി വരിക എന്ന്. അതേ സ്നേഹമുള്ളവരെ, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരും. സക്കേവൂസിൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടു കാണുകയില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് പോലും കാണുകയില്ല അവനോടൊപ്പം ആ ദിവസം ക്രിസ്തു ഭക്ഷണം കഴിക്കാനിരിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ആത്മാർത്ഥമാണോ നമ്മുടെ പ്രാർത്ഥന? ഹൃദയ പരമാർത്ഥതയോടെയാണോ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്? കണ്ണീരോടെയും ഹൃദയം നുറുങ്ങിയുമാണ് നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഏശയ്യാ 40:29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളൊന്ന് കേട്ടെ. അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് അവിടുന്ന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തി അറ്റ് വീഴാം. എന്നാൽ അടുത്ത വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചു വരും. എന്താ അടുത്ത കേട്ടെ? അവൻ നടന്നാൽ ക്ഷീണിക്കുകയില്ല, അവൻ ഓടിയാൽ തളരുകയില്ല. ഓടിയാൽ ക്ഷീണിക്കാത്തതും തളരാത്തതുമായ ആരും ഈ പ്രപഞ്ചത്തിലില്ല. ഓടി വരുന്ന മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? മുട്ടുമേൽ കൈ കൊടുത്ത് കിതയ്ക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിനെ അന്വേഷിക്കുന്നവർക്ക്, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ, അവൻ്റെ ജീവിതത്തിൽ അവൻ എത്ര ഓടിയാലും എത്ര നടന്നാലും അവൻ തളർന്നു പോകുകയില്ല. പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കടബാധ്യതകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. എന്ത് തന്നെയാണാലും അവൻ തളർന്നു പോകാൻ, അവൻ വീണു പോകാൻ ദൈവം അവനെ ഒരിക്കലും അനുവദിക്കുകയില്ല. 34-ാം സങ്കീർത്തനം 10-ാം വാക്യം ഇതിനോട് കൂട്ടി യോജിപ്പിച്ചെന്ന് ചിന്തിച്ച് നോക്കിക്കേ. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകുകയില്ല. സിംഹത്തിൻ്റെ കുട്ടികൾ ഒരിക്കലും വിശന്ന് വലയത്തില്ല. കാരണം അതിൻ്റെ മാതാപിതാക്കൾ എവിടുന്നെങ്കിലും അതിന് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് എത്തിച്ചു കൊടുക്കും. നമുക്കൊക്കെ മക്കളില്ലേ? നമ്മൾ എത്ര പട്ടിണി കിടന്നാലും നമ്മുടെ മക്കൾ പട്ടിണി കിടക്കാൻ നമ്മൾ അനുവദിക്കുമോ? എവിടുന്നെങ്കിലും നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ എവിടുന്നെങ്കിലും തേടി പിടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് എത്തിച്ചു കൊടുക്കാറില്ലേ? അതാണ് സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവനെ
ദൈവം അങ്ങനെ പോലും ഒരു സാഹചര്യം ജീവിതത്തിൽ ഒരുക്കത്തില്ല. കാരണം ദൈവ മക്കളെ ഒരിക്കലും നാശത്തിലേക്കോ തകർന്നു പോകാനോ വീണു പോകാനോ ഒന്നും ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ചിലപ്പം ഒരു വഴുവഴുപ്പിലൂടെ നമ്മൾ നടക്കേണ്ടതായിട്ട് വരും. ചിലപ്പം പല പ്രയാസങ്ങളിലൂടെ നമ്മൾ നടക്കേണ്ടതായിട്ട് വരും. പല രോഗങ്ങളും പല വേദനകളും കഷ്ടപ്പാടുകളും കടബാധ്യതകളും ബുദ്ധിമുട്ടുകളിലും ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ ഒരിക്കലും തകർന്നു പോകാൻ ഒരു ദൈവ പൈതലിനെ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല എന്നാണ് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം സിംഹത്തിന്റെ കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സംഭവിക്കാത്ത കാര്യമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചേക്കാം. എന്നിട്ട് പറയുകയാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവന് അങ്ങനെ പോലും ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന്. വീണ്ടും നമ്മൾ ജെറമിയായിൽ കാണുന്നില്ലേ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അവന്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഊർന്നിരുന്നിരിക്കുന്നത് കൊണ്ട് അവൻ വേനലിനെയോ മഴയോ ഭയപ്പെടുകയില്ല. ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും ഉണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. അതാണ് ആറ്റുതീരത്ത് നട്ട മരത്തിന് വേനലുണ്ട്, മഴയുണ്ട്, രണ്ടും അവൻ ഭയപ്പെടുകയില്ല. ഈ ജീവിതയാത്രയിൽ നമുക്കും ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ നമ്മളുടെ ആശ്രയം എവിടെയാണ്? ദൈവത്തിലാണോ? ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ആശ്രയം, അതായത് വെള്ളത്തിലേക്ക് വേരൂന്നി ഇരിക്കുകയാണോ? അതായത് നമ്മുടെ ആശ്രയം ദൈവത്തിലെങ്കിലേക്കാണെങ്കിൽ പലതും നമ്മുടെ മുകളിലൂടെ കടന്നു പോകും. മരത്തിൻ്റെ മുകളിൽ വേനലടിക്കാറുണ്ട്, മഴ പെയ്യാറുണ്ട്. പക്ഷെ ആ മരം ഒരിക്കലും പതറിപ്പോകുകയോ നശിച്ചു പോവുകയോ ചെയ്യാറില്ല. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ ആശ്രയമുള്ള വ്യക്തി ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവന് കടന്നു പോകുവാനായിട്ട് സാധിക്കും. ദൈവം നമുക്ക് പല സാഹചര്യങ്ങളെ ഒരുക്കി തരാറുണ്ട്. ദൈവം നമ്മളെ പല വഴികളിലൂടെ കടത്തി വിടാറുണ്ട്. ചിലപ്പോൾ സമ്പത്ത് നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പലവിധ മേഖലകളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഉന്നത പദവി നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ചിലപ്പോൾ നല്ല ആരോഗ്യം നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നല്ല കുടുംബജീവിതം, നല്ല മക്കൾ എല്ലാം നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ഒന്നു മാത്രം ഓർക്കുക, ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കാതിരിക്കുക. കാരണം എന്തും ഏതും എപ്പോഴും ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചു. ഈ ഭൂമിയിലെ ഈ ലോക ജീവിതത്തിലെ ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുക. നമ്മുടെ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ വരികയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കേട്ട വചനങ്ങളെല്ലാം പ്രാർത്ഥനയുടെ ശക്തിയാണ്. അതുതന്നെയാണ് വിശുദ്ധ മത്തായി 7-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന്. ആർക്ക്? യഥാർത്ഥമായി, ആത്മാർത്ഥമായി, ഹൃദയ പരമാർത്ഥതയോടെ, കണ്ണീരോടെ, ഹൃദയം നുറുങ്ങി ഏത് വ്യക്തി ചോദിക്കുകയും മുട്ടുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടോ അവന് തൻ്റെ ജീവിതത്തിൽ എല്ലാം സാധ്യമായി തീരുമെന്ന് ഈ വചനങ്ങളെല്ലാം ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.